إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ന് എൻഗേജഡാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ ചൂടിലാണ് നമ്മുടെ മക്കളുള്ളത്. അധ്യാപകരാകട്ടെ അവരുടെ പാഠഭാഗങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അതിൻ്റെ തത്രപ്പാടിലാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എന്താകും എന്ന ആശങ്കയിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് രംഗത്തെ 100 കൂട്ടം പ്രശ്നങ്ങൾക്ക് നടുവിലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അത് മാനേജ് ചെയ്യുന്നതിലുള്ള നെട്ടോട്ടത്തിലാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ മേഖലയിലുള്ളവരാകട്ടെ സമയത്തെ എത്ര ക്രമീകരിച്ചിട്ടും തൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാൻ അവർ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായതോടെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ്. മുൻകാലഘട്ടങ്ങളിലൊക്കെ ഓഫീസിൽ പോയാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അറിയേണ്ടിയിരുന്നില്ല, വീട്ടിലാണെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ അറിയേണ്ടിയിരുന്നില്ല. ഇന്നങ്ങനെയല്ല. നമ്മൾ എവിടെയാണോ ഉള്ളത്, അത് ലോകത്ത് എവിടെയായിരുന്നാലും നമ്മളുമായി ബന്ധമുള്ള നമ്മുടെ കുടുംബം, ജോലി, മറ്റ് സാമൂഹ്യ ബന്ധങ്ങൾ, പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ അതാത് സമയത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതെല്ലാം മാനേജ് ചെയ്യുന്നിടത്ത് മനുഷ്യന് വലിയ പ്രയാസങ്ങൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അഥവാ അവൻ്റെ അറ്റൻഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇതിനിടയിൽ നമ്മൾ നിർബന്ധമായും എൻഗേജ്ഡ് ആവേണ്ട നമ്മുടെ മതപരമായ ഉത്തരവാദിത്തങ്ങൾ ഒന്നുകിൽ വിസ്മരിക്കുകയോ അതല്ലെങ്കിൽ അതൊരു യാന്ത്രികമായി ചെയ്തു തീർക്കുകയോ ചെയ്യുന്നൊരവസ്ഥ ഇന്ന് പലരിലുമുണ്ട് എന്ന വസ്തുത നാം കാണേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല എന്നാണ്. ഒരു ചെറിയ സമയം നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു തന്നു. എന്നിട്ട് എൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാരാണ് എന്ന് പരിശോധിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഈ ലോകത്ത് നിന്നും മരണപ്പെടുകയും ചെയ്യും. അങ്ങനെ മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിച്ചവരാരാണ് എന്ന പരിശോധനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത്. പക്ഷേ ആ പരിശോധന പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ നെട്ടോട്ടത്തിന്റെ ഇടയിൽ ആളുകൾ ഇന്ന് മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്.
ഇന്ന് ഈ കരിയറിന് വലിയ പ്രാധാന്യം വന്നതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ശമ്പളമോ ജീവിക്കാനുള്ള ഒരു സൗകര്യമോ ജോലിയോ അല്ല ആളുകളൊന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് എത്രയോ തലമുറകൾക്ക് ജീവിക്കാനുള്ള സ്വത്ത് ഞാൻ തന്നെ ഉണ്ടാക്കണം എന്ന രീതിയിലുള്ള നെട്ടോട്ടത്തിലാണ് പലരും പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ അടിസ്ഥാനപരമായി അവനവന്റെ ഉത്തരവാദിത്വം പലപ്പോഴും മറന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് UK നിന്ന് ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ച് ചോദിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 17 മണിക്കൂറാണ് എനിക്ക് ജോലി, ഒരു നെറ്റ്വർക്ക് കമ്പനിയിലാണ്. ഏകദേശം 2-2.5 മാസമായി ഞാൻ ഇവിടെ വന്നിട്ട്. ഇവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല. എഴുന്നേറ്റാൽ ആ കമ്പനിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നിരന്തരം ചെയ്യേണ്ട ജോലിയാണ്. അതുകൊണ്ട് സമയത്ത് എനിക്ക് നിസ്കരിക്കാൻ പറ്റാറില്ല. അപ്പം ഞാനിപ്പോൾ 2.5 മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൂമിൽ ചെന്ന ശേഷം അന്നത്തെ നമസ്കാരം എല്ലാം ഒന്നിച്ച് നമസ്കരിക്കാറാണ് പതിവ്. എല്ലാം ഒന്നിച്ച് നിസ്കരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് കിട്ടേണ്ട ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി അങ്ങനെ തന്നെ തുടരാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം ഞാനൊരു നിർബന്ധിതാവസ്ഥയിലല്ലേ പെട്ടിരിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ചെയ്തുകൂടെ? പിന്നെ ജുമഴക്ക് ഏതായാലും പോകാൻ കഴിയണില്ല, പക്ഷെ നിസ്കരിക്കാതിരിക്കുമ്പോൾ ഒരു മനസ്സാക്ഷി കുത്തുണ്ട്. കാരണം ഇവിടെ 5 വക്ത് നിസ്കരിച്ചിരുന്ന ആളാണ്. അപ്പം ഇവിടെ എന്താ മനസ്സിലാവുന്നത്? അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 17 മണിക്കൂർ ജോലി ചെയ്താലെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ, അത്ര വരുമാനം നിങ്ങൾക്ക് വേണോ? അല്ല, അതൊന്നുമല്ല, അങ്ങനെയല്ല. അത് ചോദിക്കുമ്പോഴാണ് ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ ഈ ദുനിയാവുക്ക് വന്നത് എന്തിനാണ്? അത് മറക്കുകയാണ് പലപ്പോഴും. അതായത് നമ്മൾ ഈ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി ഓവറായി അധ്വാനിക്കുമ്പോൾ നമ്മൾ മതപരമായ ബാധ്യത, മിനിമം നിസ്കാരം പോലും അവോയ്ഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമാണ് നമ്മുടെ സാഹചര്യം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മളെ പറ്റി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഇത് വിസ്മരിച്ചവരുടെ കൂട്ടത്തിലാണോ, അതോ ഇതൊക്കെ ഒരു യാന്ത്രികമായി ഇങ്ങനെ ചെയ്തു പോകുന്ന ആളുകളുടെ കൂട്ടത്തിലാണോ ഉള്ളത്? നമ്മുടെ നമസ്കാരം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? അത് കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് ഒന്ന് പാരായണം ചെയ്തിട്ട് എത്ര ദിവസമായി? അതുപോലെ തന്നെ ഒരു മതപരമായ ഒരു പഠനത്തിന് കൃത്യമായൊരു സമയം നമുക്ക് നീക്കി വെക്കുവാൻ കഴിയുന്നുണ്ടോ? ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? തൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ധനം ചെലവഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടോ? എന്തിനധികം ഇതുപോലെയുള്ളൊരു വെള്ളിയാഴ്ച ദിവസം ജുമുഅ തുടങ്ങുന്നതിന് മുമ്പ് ആ ഖുതുബ മുഴുവൻ കേൾക്കണമെന്നൊരാഗ്രഹത്തോടു കൂടി വന്നിരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? അള്ളാഹുവിനെ ഭയപ്പെട്ട് നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതൊരു യാന്ത്രികമായി നിസ്കരിക്കുന്നു, നോമ്പ് നിൽക്കുന്നു, പള്ളിയിൽ വരുന്നു, പോകുന്നു, അതൊക്കെ ഒരു വഴിക്ക് അങ്ങനെ നടക്കും. മനസ്സിൽ വേറെ കുറെ വിഷയങ്ങളും പ്രശ്നങ്ങളുമാണ്. ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ചില ആളുകൾക്ക് കുറച്ച് ഒഴിവ് സമയം കിട്ടിയാൽ ഇപ്പൊ സിനിമാ തിയേറ്ററുകളും അതുപോലെയുള്ള ദൃശ്യങ്ങളും കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അങ്ങാടികളിൽ. വലിയ ടൗണുകളിലാണ് ഇപ്പോൾ അതൊക്കെ ഉള്ളത്. എന്നാൽ ഇന്ന് വീടുകൾ പോലും തിയേറ്ററുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം പോക്കറ്റിലെല്ലാം ലഭ്യമാകുന്ന അവസ്ഥയാണ്. അതെല്ലാ വൃത്തികേടുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ വൃത്തികേടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എല്ലാം രഹസ്യമായി ഉപയോഗിക്കുകയും പരസ്യമായി നല്ലൊരു മുഖത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പൊതുവെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഒരിക്കലും വിശ്വാസികൾ അങ്ങനെയാകാൻ പാടില്ല. കാരണം ആളുകൾ കാണുമോ എന്ന പേടി തിന്മയേക്കാൾ ഗുരുതരമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒട്ടനവധി പ്രമാണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന തെറ്റുണ്ടല്ലോ, അതിനേക്കാൾ ഗുരുതരാണെന്ത്? ഇത് ജനങ്ങൾ കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്യാതൊക്കെയാണ് തൽക്കാലം. ജനങ്ങളില്ലാത്തൊരു സമയം വന്നാൽ ചെയ്യും. അത് അതിലേറെ ഗുരുതരമായ മനോഭാവമാണ്. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരിക്കുന്നു, എന്നാൽ നീ പേടിക്കാൻ ഏറ്റവും അർഹതയുള്ളവൻ അല്ലാഹുവാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പണ്ഡിതന്മാർ ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ തകുൻ വലിയൻ ലില്ലാഹി ഫിൽ അലാനിയ വഅദുബിഹി ഫിസ്സിരി. പരസ്യ ജീവിതത്തിൽ നീ അല്ലാഹുവിന്റെ മിത്രമാവുകയും രഹസ്യ ജീവിതത്തിൽ നീ അവന്റെ ശത്രുവാവുകയും ചെയ്യരുത്. അതുപോലെ തന്നെ സഹനൂൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇയ്യാക അൻ തകൂന അദുവൻ ലിഇബ്ലീസ് ഫിൽ അലാനിയ സ്വദീഖൻ ലഹു ഫിസ്സിരി. പരസ്യ ജീവിതത്തിൽ നീ ഇബ്ലീസിന്റെ ശത്രുവാകുന്നത് സൂക്ഷിക്കുക, രഹസ്യ ജീവിതത്തിൽ അവൻ നിന്റെ കൂട്ടുകാരനായിരിക്കെ. അതായത് രഹസ്യ ജീവിതത്തിൽ ശൈത്താൻ നമ്മളെ കൂട്ടുകാരനാണ്, എന്നാൽ പരസ്യ ജീവിതത്തിലോ അവൻ ശത്രുവാണ്. അങ്ങനത്തെ ഒരവസ്ഥ നിനക്ക് വരുന്നത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഇബ്നുൽ അറാബി റഹിമഹുല്ലാഹ് പറഞ്ഞു, അഖ്സറുൽ ഖാസിരീന മൻ അബ്ദാ ലിന്നാസി സ്വാലിഹ അമാലിഹി വബാറസ ബിൽ ഖബീഹി മൻ ഹുവ അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ജനങ്ങളുടെ മുമ്പിൽ സൽക്കർമ്മങ്ങൾ വെളിവാക്കുകയും
എന്നാൽ അവന്റെ കണ്ടനാടിയേക്കാളടുത്തുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ വൃത്തികേടുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നഷ്ടക്കാരിൽ ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ആയത്തുകളുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. സുഹൃത്തുക്കളെ, നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കും. നമ്മൾ ആരാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ഒറ്റക്കാവുമ്പോൾ നമ്മൾ ആരാണെന്നുള്ളതാണ്. ഭാര്യ കാണുന്നു, മക്കൾ കാണുന്നു, സമൂഹം കാണുന്നു, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ കാണുന്നു എന്നതല്ല ആവരുത് നമ്മളെ തെറ്റിൽ നിന്ന് പിന്നോക്ക് നടത്തുന്നത്. മറിച്ച് പടച്ചോൻ കാണുന്നുണ്ട്, ഇന്ന അള്ള കാണുന്നുണ്ട് എന്നൊരു ഓർമ്മയോടുകൂടി എത്രത്തോളം നമുക്ക് നല്ലത് ചെയ്യാനും തെറ്റിൽ നിന്ന് വേർതിൽപ്പെട്ട് നിൽക്കാനും കഴിയും. ഈ ചിന്ത വളരെ പ്രധാനമാണ്. അങ്ങനെ അള്ളാനെ സ്വകാര്യമായി ഭയപ്പെട്ടു പോകാൻ എന്തേലും പരിഹാരമുള്ളവർ. ഒരു പരിഹാരം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഓർമ്മ വേണ്ടതാണെന്ത്, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പോകുന്നൊരു ഓർമ്മ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമായി. എന്താ പറഞ്ഞത്? അക്സിറു അദ്ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്. മരണത്തെക്കുറിച്ച് നിങ്ങളുടെ എല്ലാ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കണമെന്നാണ്. കാരണം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ പാപങ്ങളെ തടയുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർത്തുബി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, അൽ ഉലമാ പണ്ഡിതന്മാർ പറഞ്ഞു, തദക്കുറുൽ മൗത്ത്, നിങ്ങൾ മരണത്തെക്കുറിച്ച് ഓർക്കുക. എന്നാൽ എന്ത് കിട്ടും? യർദഉ അനിൽ മആസി, പാപങ്ങളെ അത് തടയും. കാരണം ഞാൻ മരിക്കുന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ എങ്ങനെ മദ്യപിക്കാൻ കഴിയുക, എങ്ങനെ ലഹരി ഉപയോഗിക്കാൻ കഴിയുക, എങ്ങനെ ഈ ലഹരി സാധനങ്ങൾ കയ്യിൽ പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ കഴിയുക? ഉടച്ചോടെ ഇതും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ, ഇതെന്റെ ആമാശയത്തിലുള്ള എന്റെ ബ്ലഡിലുള്ള സമയത്താണ് ഞാൻ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ, അങ്ങനെയാണ് എന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് സഹോദരങ്ങളെ തെറ്റ് ചെയ്യാൻ പറ്റുക? ഹറാമായ സമ്പാദ്യം നമ്മുടെ പോക്കറ്റിലുണ്ടായിക്കൊണ്ടാണ്, നമ്മുടെ വീട്ടിലുണ്ടായിക്കൊണ്ടാണ്, അതുകൊണ്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ എന്തായിരിക്കും നാളെ ഖബറിൽ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന ചിന്തയുള്ള ആൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. വയലീനുൽ ഖൽബുൽ ഖാസി, അതുപോലെ തന്നെ അവരുടെ ഹൃദയം എന്താകും? കഠിനമായ ആ ഹൃദയം മൃദുവായി മാറുകയും ചെയ്യും. പകയും വിദ്വേഷവും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാവില്ല. ദുനിയാവിനോടുള്ള അമിതമായ സന്തോഷം അയാൾക്കുണ്ടാവുകയില്ല. അതുപോലെ തന്നെ അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മുസീബത്തോ എന്തെങ്കിലും വന്നാൽ തന്നെ അതൊക്കെ നിസ്സാരമായിട്ട് അവന് കാണും. അതിന് വലിയൊരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ, എനിക്ക് രോഗം വന്നു, പ്രയാസം വന്നു, അതൊക്കെ ഞാൻ മരിക്കുന്നത് വരെയുള്ള ജീവിതമല്ലേ ഉള്ളൂ, ഏതായാലും ഇവിടുന്ന് മരണപ്പെട്ടു പോകണം എന്ന് വിചാരിക്കുന്നതോടുകൂടി അതൊന്നൊരു വിഷയമേ ആവൂല. അതുപോലെ തന്നെ വലിയ നന്മ കിട്ടിയാൽ ഞാൻ അതിൽ അഹങ്കരിക്കൂല. ഇതൊക്കെ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ, എനിക്ക് മരിച്ചു പോകേണ്ടവനാണ്. ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് എന്തൊരു സമാധാനം ഉണ്ടാവുക. അപ്പോൾ ഒന്ന് നമ്മൾ മരിക്കുന്നുള്ളൊരു ബോധം ഉണ്ടായാൽ തന്നെ ഈ ദുനിയാവിന്റെ പിന്നാലെയുള്ള ആർത്തി നമ്മൾ അവസാനിപ്പിച്ച് കൂടുതൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയുമെന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ നിഫാക്കിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാ പറഞ്ഞു, നിഫാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹുവ ഇൽഹാറുൽ ഖൈരി വ ഇസ്റാറു ശർരി. നിഫാക്ക് എന്നാൽ നന്മയെ വെളിവാക്കുക, തിന്മയെ രഹസ്യമാക്കുക എന്നതാണ്. അതായത് പുറത്തേക്ക് നല്ല ആളായിട്ട് ഇങ്ങനെ നടക്കുക, ഉള്ളിൽ മഹാമോശമായിട്ട് നടക്കുക. ഇതിനാണ് നിഫാക്ക് എന്ന് പറയാം. ആ നിഫാക്ക് ജീവിതത്തിൽ ഇല്ലാതിരിക്കുക. പിന്നെ ജീവിതം ശരിക്കും നമ്മുടെ കൈപ്പിടിയിൽ കിട്ടാൻ ഒരൊറ്റ കാര്യമുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? നമസ്കാരത്തിൽ ശരിക്ക് ഖുശൂ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ. നിശ്ചയമായും നമസ്കാരം മ്ലേച്ഛമായ മോശമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തടയും. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. അല്ലാഹുവെ ഓർമ്മിക്കുക എന്നത് മഹത്തായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാണ്. അപ്പോ അത് നമ്മൾ പ്രവർത്തിക്കുന്നത് മുഴുവൻ അള്ളാഹു കാണുന്നുണ്ട് എന്നതാണ്. അപ്പം നിസ്കാരം ശരിക്കും ക്ലിയർ ആയി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിസ്കരിക്കാതിരിക്കുകയോ നമസ്കാരത്തിൽ പിഴവുണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് നീചവൃത്തി ആളുകളിലേക്ക് കടന്നു വരിക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖാല അശ്ശൈഖ് റബീഉൽ മദ്ഖലി ഹഫിളഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, ഫഇദാ റഅയ്ത മൻ യഅതിൽ ഫഹ്ശാഇ വൽ മുൻകർ. മ്ലേച്ഛവും മോശവുമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നത് നിങ്ങൾ കണ്ടാൽ, ഫഇമ്മാ അന്നഹു ലാ യുസല്ലി, ഒന്നുകിൽ അയാൾ നിസ്കരിക്കുന്നുണ്ടാവില്ല, വഇമ്മാ അം ഫീ സ്വലാത്തിഹി ഖലൽ, അല്ലെങ്കിൽ നിസ്കാരത്തിൽ എന്തോ കാര്യമായ തകരാറുണ്ടാവും. ഈ നമസ്കാരങ്ങൾക്ക് ക്ലിയർ അല്ലാതായി പോകുമ്പോഴാണ് മനുഷ്യന്റെ കെട്ട് പൊട്ടുക, എല്ലാ തെറ്റിലേക്കും പോവുക. ഒന്ന് ഓർത്തു വെച്ചോളൂ, സുബൈ ജമാഅത്ത് മുടങ്ങുക, ജമാഅത്തിന് സാധാരണ പോയി നാളുകൾ അത് ചെയ്യാതിരിക്കുക, നിസ്കാരത്തിന്റെ വക്ത് തെറ്റിപ്പോവുക. ഇത് തുടങ്ങിയാൽ നമ്മൾ ട്രാക്ക് തെറ്റിയെന്ന് ഉറപ്പിക്കുക, എഡ്ജ് ഇറങ്ങിയെന്ന് ഉറപ്പിക്കുക, മോശമായ കാര്യങ്ങളിലേക്ക് പോകും. സംശയിക്കൊന്നും വേണ്ട.
അതുകൊണ്ട് നിസ്കാരത്തെ ശരിക്കും കയ്യിൽ കിട്ടണം. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹിനെ കുറിച്ചുള്ള ഈ സ്മരണ എല്ലാ സമയത്തും ഉണ്ടാകുക എന്നുള്ളതാണ്. ദിക്റുള്ള ശത്രുവിൽ നിന്ന് കോട്ട സംരക്ഷിക്കും പോലെ പിശാചിൽ നിന്ന് ദിക്റുകൾ നമ്മളെ സംരക്ഷിക്കുമെന്നാണ് ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും. കദാലിക്കൽ അബ്ദു ലാ യുഹ്ദിസു നഫ്സഹു മിനശ് ശൈത്വാനി ഇല്ലാ ബിദിക്രില്ലാ. അപ്രകാരം ഒരടിമ അള്ളാഹുവിനെ കൊണ്ടുള്ള സ്മരണ കൊണ്ടല്ലാതെ പിശാചിൽ നിന്നും അയാളുടെ ശരീരത്തെ രക്ഷിക്കുകയില്ല എന്നാണ്. അപ്പോൾ പിശാചിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ. അപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, ഈ ദുനിയാവിൽ നമ്മൾ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ എന്തിനെ ദുനിയാവിൽ വന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്ക് മരിച്ചു പോകുമ്പോൾ ഇവിടെ ഈ ബാക്കി നമ്മൾ ഓടുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ മാത്രം കാര്യമല്ല, അത് കുടുംബത്തിൻ്റെ കൂടി കാര്യമാണ്, അത് നമ്മുടെ ജോലി സ്ഥലത്ത് കൂടി കാര്യമാണ്, അത് നമ്മുടെ രാജ്യത്തിൻ്റെ കൂടി കാര്യമാണ്. പക്ഷേ നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം കാര്യമാണ്. അതിൽ വീഴ്ച വരുത്തിങ്ങാണ്ട് ഇത് നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മൾ ഒറ്റയ്ക്ക് മറുപടിന് പറയേണ്ടി വരും. അതുകൊണ്ട് അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ജീവിക്കരുത്. അപ്പോൾ പടച്ചവനെ കുറിച്ചുള്ള ഈ ദിക്റും ഈ ഒരു ഓർമ്മയും അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്തയും നിസ്കാരമൊക്കെ ഒന്ന് കൈപ്പിടിയിൽ കൊണ്ടുവരണം. ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്താൻ അതിന് പടച്ചവൻ നമുക്ക് തരുന്നൊരു വലിയ അവസരമാണ് സുഹൃത്തുക്കളെ. ഈ ഒരൊറ്റ ആഴ്ചയോടെയും കഴിഞ്ഞാൽ വരാൻ പോകുന്ന വിശുദ്ധ റമദാൻ. ആ റമദാനെ കുറിച്ച് ഖുർആൻ പറഞ്ഞാൽ എന്താ? യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കാൻ വേണ്ടി എന്നാണ്. ശരിക്കും പടച്ചോനെ പേടി ഉണ്ടാക്കാൻ വേണ്ടി അള്ള വെച്ച ഒരു അനുഗ്രഹമാണ് വർഷത്തിലൊരിക്കൽ റമളാൻ മാസം നമുക്ക് നൽകുന്നുവെന്നത്. കാരണം എന്താ അറിയോ? ഇദാ ജാ റമളാൻ ഫുതിഹത് അബ്വാബു ജന്ന വഉലിഖത് അബ്വാബുൻ നാർ വസുഫിദത്തിശ് ശയാതീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, റമളാൻ മാസം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, അതുപോലെ തന്നെ നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും, പിശാചിനെ പിടിച്ച് ചെങ്ങലക്കിടുകയും ചെയ്യുമെന്നാണ്. വളരെ കറക്റ്റാണ് ആ പറഞ്ഞത്. അതായത് നമ്മുടെ ജീവിതത്തെ പടച്ചോ പിടിച്ച് തിരിച്ചിങ്ങോട്ട് നിർത്തുകയാണ്. ഈ തിരക്കിനിടയിൽ നിന്ന് നമ്മളൊന്നും ഇങ്ങോട്ട് പിടിച്ചു മാറ്റി, ഇതാ അങ്ങനെ ഒരു പരലോകം കിട്ടോ പടച്ചോണ്ടിട്ടോ നേരായിക്കോ, ഇതാ നിനക്ക് ജീവിക്കാൻ നിനക്ക് നന്നാകാൻ പറ്റിയൊരു അന്തരീക്ഷത. അല്ല ഈ ആ മാസപ്പിറവിന് കാണുന്നതോടുകൂടി മൊത്തം ലോകം ഇങ്ങോട്ട് മാറുകയാണല്ലോ, നമ്മുടെ ജീവിത രീതി മൊത്തം മാറുകയല്ലേ. ഇതിലും ഒരു നിഅമത്ത് പടച്ചോ നമുക്ക് വേറെ തരാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക, ആ റമളാനിന് വേണ്ടി ആഗ്രഹിക്കുക. ആ റമളാൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു ജീവിതാവസ്ഥയിലേക്ക് സ്വന്തത്തെ ഒരു വിചാരണ ചെയ്യാൻ വേണ്ടി നാം ഒരുങ്ങുക, തയ്യാറാവുക. അതിന് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാനിനെ പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണമെങ്കിൽ ഏറ്റവും തിരക്കുള്ളവരാണ് ഏറ്റവും നേരത്തെ അതിനുവേണ്ടി ഒരുങ്ങേണ്ടത്. നമ്മൾ എത്രത്തോളം തിരക്കുണ്ടെന്ന് നമുക്കറിയാം. ആ തിരക്കുള്ള ആളുകളാണ് അതിന് എത്രയും നേരത്തെ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റമളാൻ മാസം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര നന്മ ചെയ്യാൻ പറ്റുമോ അത്രയും നന്മ നമുക്ക് ചെയ്യണം. കാരണം ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ വരെ അടുത്തൊരു നിസ്കാരത്തിന് നമ്മൾ ഉണ്ടാകുന്ന ഒരു ഗ്യാരണ്ടി നമുക്കില്ല. അതേപോലെ ഈ റമളാൻ ഇതാ കിട്ടണു, അടുത്തൊരു റമളാൻ നമ്മൾ ഉണ്ടാവുന്ന എന്താ ഉറപ്പുള്ളത്? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് പിന്നിലേക്കൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ റമളാനിൽ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പം നമ്മൾ ഈ റമളാനാവുമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എത്ര കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, എത്ര റൂം നമ്മൾ പൂട്ടിക്കിടന്നിട്ടുണ്ട്. നമ്മുടെ വാപ്പ പോയതൊരു പക്ഷേ ഈ റമളാനിൻ്റെ ഇടയിലായിരിക്കാം, നമ്മുടെ ഉമ്മ പോയതൊരു പക്ഷേ ഈ റമളാനിൻ്റെ ഇടയിലായിരിക്കാം, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ ഭാര്യയോ ഭർത്താവോ നമ്മളെ വിട്ടുപിരിഞ്ഞത് ഈ റമളാനിലായിരിക്കാം. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അതുപോലെ അടുത്ത റമളാനാകുമ്പോൾ നമ്മുടെ മയ്യത്തതിൻ്റെ ഇടയിൽ ആൾക്കാർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയാൻ എന്താ ഉറപ്പുള്ളത്? അതുകൊണ്ടേ ഒന്നും ഇങ്ങോട്ട് ഒരുങ്ങിയിട്ട് ജീവിതത്തിൽ ഈ റമളാനിൻ്റെ അവസാനത്തെ റമളാനാവുമെന്ന് കരുതുക. വയുനാദി മുനാദിൻ യാ ബാൽ ഖൈർ, വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുമെന്നാണ് റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ. എന്ത്? നന്മ തേടുന്നവരെ അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരൂ, മുന്നോട്ട് വരൂ. വയാ ബാഗി ശർ,
തിന്മ ചെയ്യുന്നവരെ അഖ്സിർ, നിങ്ങളത് പിന്നിലേക്ക് കൊണ്ടുപോകൂ, നിങ്ങളത് കുറച്ചു കൊണ്ടുപോകൂ, അതിൽ നിന്ന് പിന്മാറൂ നിങ്ങൾ. വലില്ലാഹി, അല്ലാഹുവിനുണ്ട്, ഉതഖാഉ മിനൻ നാരി വദാലിക കുല്ല ലൈല, നരകത്തിൽ നിന്നുള്ള ചില മോചിതർ അല്ലാഹുവിനുണ്ട്, അത് എല്ലാ രാത്രികളിലുമുണ്ട് എന്നാണ്. അഥവാ റമളാനിന്റെ എല്ലാ രാത്രികളിലും അല്ലാഹു നരകാഗ്നിയിൽ നിന്ന് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തുമെന്നാണ്. ആ റമളാനിൽ അങ്ങനെ റമളാനാണ് സുഹൃത്തുക്കളെ ഇനി വരാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ റമളാനെ കുറിച്ച് പറഞ്ഞ സ്വലാത്തുൽ ഖംസ്, 5 നേരമുള്ള നിസ്കാരം, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വറമളാൻ ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, മുകഫ്ഫറാത്തും മാ ബൈനഹുന്ന ഇദ് ജതനബൽ കബായിർ, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു അതിന്റെ കീഴിൽ എന്ത് ചെയ്യും? മായ്ച്ചു കളഞ്ഞു തരുന്നു. റമളാൻ കിട്ടിയ അടുത്ത റമളാൻ വരെ നമ്മൾ സുരക്ഷിതരാണ്, അത് ശരിക്ക് കയ്യിലെടുത്താൽ. അപ്പൊ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു നിയ്യത്ത് വെക്കുക എന്നാണ് ഞാൻ പറയുന്നത്. പടച്ചോനെ, ഇപ്രാവശ്യത്തെ റമളാൻ നോമ്പ് എനിക്ക് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് എനിക്ക് നോൽക്കാൻ കഴിയണം. ഇപ്പൊ പ്രായമുള്ള ആൾക്കാരൊക്കെ വളരെ ഇപ്പം തന്നെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്, പടച്ചോനെ ഈ വർഷം കൂടി എനിക്ക് ഒന്ന് നോമ്പ് നൂറ്റ് വീട്ടാൻ കഴിയണം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. ഒരസുഖം വന്നാൽ പോലെ നമുക്ക് കഴിയില്ല സുഹൃത്തുക്കളെ. നമ്മൾ വിചാരിക്കണേ നമുക്ക് എപ്പോഴും കഴിയും, അങ്ങനെയല്ല. ഒരു യാന്ത്രികമായിട്ടാകരുത് റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് എത്ര തിരക്കുണ്ടോ അതിനനുസരിച്ച് നേരത്തെ റമളാനെ ഫ്രീ ആക്കാൻ വേണ്ടി ഇപ്പം തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് തർത്തീബാക്കി മുൻകൂട്ടി ക്രമീകരിക്കുക. പ്രത്യേകിച്ച് അവസാനത്തെ 10 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ അവസാനത്തെ 10 പറ്റി പറയേണ്ടത് അപ്പം മാത്രമല്ല, ഇപ്പോഴാണ് പറയേണ്ടത്. എന്നെങ്കിലും അവസാനത്തെ 10 ഒന്ന് ഫ്രീ ആക്കി ഇടാൻ പറ്റി ഇപ്പോഴേ ഉള്ളൂ. ആ സമയത്തുണ്ടാകുന്ന തിരക്കൊക്കെ ഇപ്പം ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളൊന്ന് പൂർത്തീകരിച്ച് വെക്കുക, നമ്മളെ ജോലിയൊക്കെ ഒന്ന് ക്രമീകരിക്കുക, സമയമൊക്കെ ഒന്ന് ക്രമീകരിക്കുക. അങ്ങനെ റമളാനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഒരുങ്ങണം. ഏത് സമയത്താണ് അല്ലാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഓരോ മരണങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ ഈ പെരിന്തൽമണ്ണ പ്രദേശത്ത് ദീർഘകാലം ഈ ആദർശ പ്രബോധനത്തിന്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മഹൽ വ്യക്തിയായിരുന്നു നമ്മുടെ പ്രൊഫസർ PP അബൂബക്കർ സാഹിബ്. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 4 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ജനാസ എടുക്കുകയാണ്. ഏലംകുളം സ്വദേശിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഈ രംഗത്ത് വളരെ സജീവമാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് PK ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ സ്ട്രോക്ക് വന്ന് ചികിത്സയിലാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വിഷയത്തിൽ ഉണ്ടാകണം. അള്ളാഹു അദ്ദേഹത്തിന് സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ സുഹൃത്തുക്കളെ, എപ്പോഴാണ് നമ്മളൊക്കെ വീഴുക, എപ്പോഴാണ് നമുക്കൊക്കെ ഓരോന്ന് വരിക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കിട്ടുന്ന അവസരങ്ങൾ ഒരു നിയ്യത്ത് വെക്കുക. ആ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലും രോഗം അസുഖം വന്ന് ഈ റമളാനിൽ നമുക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല വിചാരിക്കുക. പക്ഷെ ആ നിയ്യത്തിന് എന്ത് ചെയ്യും? നമുക്ക് കൂലി കിട്ടും. ഒന്ന് ഒരുങ്ങണ്ടേ നമ്മൾ മനസ്സുകൊണ്ട്? ആ നിലക്ക് ഒരുങ്ങുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ വിശുദ്ധ റമളാനിനെ മുഴുവൻ നോമ്പും ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി നോറ്റുകൂട്ടാനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിത പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഉപജീവന മാർഗം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ അടുത്ത ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് ആളുകൾ രോഗികളായിട്ടുണ്ട്. അവരുടെ മക്കളും ബന്ധുക്കളുമൊക്കെ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്. പലരും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഹറാമാ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا أرحم الراحمين.